മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അങ്ങ് 100-നപ്പുറത്തേക്ക് വൻ വിജയത്തോടെ തന്നെ ആയിരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും പറയാവുന്ന ഒരു കാര്യമാണ്. കാരണം ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഏതെങ്കിലും തരത്തിലുള്ള ഒരു എഡ്ജോ അപ്പർ ഹാൻഡോ CPM ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കറണ്ട് പോയാ ശ്രീ അരുൺകുമാർ, 25 ദിവസമാണ് ഇനി ബാക്കിയുള്ളത്. CPM 5 ബാക്കിയുള്ളിടത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇത്രയും കുറച്ച് സമയം മതിയോ? ഏപ്രിൽ 3-ാം വാരം, ഒരുപക്ഷെ ഏപ്രിൽ 4-ാം വാരം എന്ന് കരുതിയെടുത്തതെന്ന് ഏപ്രിൽ 9-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കാണ് എന്ന് പറഞ്ഞാൽ ഇനി കണ്ണടച്ച് തുറക്കുന്നതിനിടയ്ക്ക് പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങൾക്ക് പോകേണ്ടി വരികയാണ്. ക്യാമ്പയിന് മതിയായ സമയമുണ്ടോ? അത് ഉത്തരം പറ. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഞങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചതാണ്. 3 മേഖലാ ജാഥകൾ കേരളത്തിൽ പര്യടനം നടത്തി. പ്രത്യേകിച്ച് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, CPI-യുടെ സംസ്ഥാന സെക്രട്ടറി, അതുപോലെ തന്നെ കേരള കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ് ജോസ് കെ മാണി 3 പേരും നയിക്കുന്ന ജാഥകൾ പര്യടനം ആരംഭിച്ചതോടുകൂടി തന്നെ ഈ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ച് ഞങ്ങൾ കൃത്യമായിട്ട് ജനങ്ങളോട് സംവദിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചതാണ്. ഏതായാലും ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ തന്നെയാണ്. പറഞ്ഞ വാക്ക് കൃത്യമായി പാലിച്ചിട്ടുണ്ട്. ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ് പ്രകടന പത്രികയിൽ അന്ന് പ്രഖ്യാപിച്ചത്. അതിൽ ഭൂരിഭാഗവും നടപ്പാക്കി. അതുകൊണ്ട് വികസനം എന്തെന്നറിഞ്ഞ കഴിഞ്ഞ 10 വർഷം ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്തെന്നറിഞ്ഞ കഴിഞ്ഞ 10 വർഷം, അതുപോലെ ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിച്ച് എഴുതിത്തള്ളിയ വികസന പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിച്ച സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ തന്നെ 3-ാം ഭരണ തുടർച്ചയിലേക്ക് പോകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ആ തെണ്ടി ചെറുക്കൻ നുണ പറയാനും തെറി വിളിക്കാനും മാത്രമേ വായ തുറക്കാറുള്ളൂ എന്ന് എനിക്കറിയില്ലേ? ഭയങ്കരം തന്നെ. വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിൽ വളരെ ഹാപ്പി ആയിട്ട് തന്നെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഏതായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിജയിച്ച് മുന്നേറുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ലക്ഷ്യം. ഇപ്പൊ നമുക്കറിയാം, ഈ കേരളത്തിന്റെ അവസാനത്തെ ഒരു 30 കൊല്ലത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ആ 30 കൊല്ലത്തിൽ 20 കൊല്ലവും ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കൊള്ളാം. ഇപ്പൊ 2006-ലെ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 100-ന്റെ അടുത്ത് സീറ്റ് ഞങ്ങൾക്ക് കിട്ടി. 2011 ആയപ്പോൾ വെറും 2 സീറ്റിനാണ് ഞങ്ങൾക്ക് ഭരണം നഷ്ടപ്പെട്ടത്. 2016 ആയപ്പോൾ ഞങ്ങൾക്ക് 91 സീറ്റ് കിട്ടി. 2021 ആയപ്പോൾ അത് 99 മാറി. അതായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ ഒരു 10-30 വർഷത്തെ കേരളത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ കൂടുതൽ ഉജ്ജ്വലമായ ആകർഷകമായിട്ടുള്ള വിജയം നേടിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളത് ഞങ്ങൾ പശ്ചാത്തല വികസന രംഗത്തും സാമൂഹ്യ സുരക്ഷാ രംഗത്തും അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്ന കാര്യത്തിലുമെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണ്. അതുകൊണ്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഭരണ തുടർച്ചയാണ്. അതുകൊണ്ട് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ എത്രയും പെട്ടെന്ന് അണിനിരത്തി ഏറ്റവും പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അതൊക്കെ ഇരിക്കത്തേ ഉള്ളൂ. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അങ്ങ് 100-നപ്പുറത്തേക്ക് വൻ വിജയത്തോടെ തന്നെ ആയിരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും പറയാവുന്ന ഒരു കാര്യമാണ്. കാരണം ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഏതെങ്കിലും തരത്തിലുള്ള ഒരു എഡ്ജോ അപ്പർ ഹാൻഡോ CPM ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. മുമ്പ് ഇവിടെ പ്രകടിപ്പിക്കപ്പെട്ട അഭിപ്രായങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഞാൻ അതിനെ കരുതുന്നത്. കാരണം ജനം അപ്പോഴും ആരൊക്കെയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ, ആരൊക്കെയാണ് BJP-യുടെ സ്ഥാനാർത്ഥികൾ, ഇവിടെ തന്നെ പരാമർശിക്കപ്പെട്ടതുപോലെ വളരെ ശക്തമായിട്ടുള്ള 3-വേ ഫൈറ്റ് നടക്കുന്ന സമയത്ത് ആരൊക്കെ ആയിരിക്കും ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കെതിരെ ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വലിയ ജിജ്ഞാസ ആൾക്കാർക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അത് ഈ മറ്റ് രണ്ട് പ്രധാനപ്പെട്ട മുന്നണികളുടെ പ്രഖ്യാപനം വരുന്നത് വരെയും അത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു അപ്പർ ഹാൻഡോ എഡ്ജോ CPM-നോ CPI-ക്കോ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും കൂടി ചേർത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഘട്ടത്തിൽ LDF-ന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് എന്ന് പറയാം. പക്ഷെ അത് നമ്മൾ റിയലിസ്റ്റിക്കലി പറയുന്ന തരത്തിലുള്ള ഒരു അപ്പർ ഹാൻഡ് അല്ല. ആദ്യമേ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് കൊണ്ട് അങ്ങനെ ഒരു മെച്ചമൊന്നുമില്ല. ആദ്യം അത് മനസ്സിലാക്കിയിട്ട് സംസാരിക്കും. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഈ വരുന്ന പല മണ്ഡലങ്ങളുണ്ട്. ഇപ്പോൾ നേമത്ത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഒരു സ്ട്രോങ് 3-വേ ഫൈറ്റ് വരാനുള്ള ഒരു മണ്ഡലമാണ്. വട്ടിയൂർക്കാവ് അതേപോലെയുള്ള മണ്ഡലമാണ്. കഴക്കൂട്ടം അങ്ങനെയുള്ള മണ്ഡലമാണ്. പാലക്കാട് അങ്ങനെയുള്ള മണ്ഡലമാണ്. ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെ മറ്റുള്ള സ്ഥാനാർത്ഥികൾ ആരാണ് എന്നതുമായി ബന്ധപ്പെട്ട് പ്രചരണത്തിൽ പോലും അത് റിഫ്ലക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. കാരണം ഓരോ മണ്ഡലം സ്പെസിഫിക് ആയിട്ട് പോലും നിരവധി വിഷയങ്ങളുണ്ട്. ഇപ്പൊ പത്തനാപുരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്, പാലക്കാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അപ്പൊ അവിടെയെല്ലാം ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ വരുന്നത് അതെല്ലാം അനുസരിച്ച് തന്നെ വരും ദിവസങ്ങളിലെ പ്രചരണം ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഒരു ഏർലി അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ലിവ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും.
CPM ഗ്രൗണ്ടിലെ റിയാലിറ്റിയെ കുറിച്ച് അവെയർ ആണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ അവർ സ്വന്തം ശക്തിയെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞിരുന്നത്. ഇപ്പൊ നമ്മൾ ഓർക്കുന്നുണ്ടാകും അവരുടെ ചില സ്ലോഗൻസ്, LDF വരും എല്ലാം ശരിയാകും എന്ന് പറയുന്നത് അവനവന്റെ ശക്തിയിലുള്ള ആത്മവിശ്വാസ പ്രകടനമാണ്. അത് പറയാൻ എനിക്കൊരു നാണവും ഇല്ല. വല്ലാത്തൊരു പടപ്പുകള്. ഉറപ്പാണ് LDF എന്ന് പറയുന്നതും അവരുടെ സ്വന്തം ശക്തിയിലുള്ള ആത്മവിശ്വാസത്തെ പ്രതിനിധാനം ചെയ്യുന്ന സ്ലോഗനാണ്. അണ്ണത് കുരിശാണ്ട അണ്ണന് കിട്ടിയൊന്നും പോരെ അണ്ണാ കഷ്ടകാലക്ക് സമയമേ കോണകവാൽബി പാമ്പ് പോത്ത. പക്ഷെ ഇത്തവണ അതെങ്ങനെയാണെന്ന് നോക്കൂ. ഇത്തവണ അത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എതിരാളിയുടെ ദൗർബല്യത്തിനെ കുറിച്ചാണ്. കാരണം ഭരണമാറ്റം ഉണ്ടാകണം എന്നുള്ള ഒരു കാര്യം പറയുമ്പോൾ കോവിഡ് പോലെയുള്ള ഒരു സാഹചര്യം ഇല്ലാതിരിക്കുന്ന സമയത്ത് പൂർണ്ണമായും പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഫൈറ്റാണ് വരുന്നത് എന്ന് പറയുമ്പോൾ അവർ ചോദിക്കുന്നത് നമ്മളോട് മറ്റാരുണ്ട് LDF അല്ലാതെ എന്നാണ്. വലിയ വലിയ കാര്യങ്ങൾ ആലോചിച്ച് അരത്തല പുണ്ണാക്കാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ശക്തി എന്നതിനപ്പുറത്തേക്ക് ഞങ്ങളെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള എതിരാളി ആരാണ്, ആ എതിരാളിയുടെ ദൗർബല്യം എന്താണോ അതിനെ കച്ചവടം ചെയ്യുന്ന ഒരു സ്ലോഗനാണ്. അതായത് ഞങ്ങളിൽ ഇത്ര കണ്ട് പ്രശ്നങ്ങൾ നിങ്ങൾ ആരോപിക്കുമ്പോഴും നിങ്ങൾക്ക് പകരം ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് സംവിധാനം ഇല്ലല്ലോ എന്നാണ് അവർ അതുവഴി സട്ടിലായിട്ട് നമ്മളോട് പറയാനായിട്ട് ശ്രമിക്കുന്നത്. നമുക്ക് അതിന് കാരണവും അറിയാം. കാരണം മുമ്പ് ഇല്ലാത്തതുപോലെ അതിശക്തമായിട്ടുള്ള തിരിച്ചടി ഇത്തവണ CPM നേരിടുന്നുണ്ട്. ഇന്റേണലായിട്ട് ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നമാണ് ഏറ്റവും വലുതെന്നാണ് നമ്മൾ കരുതുന്നത്. ഇപ്പോൾ ശ്രീ G സുധാകരൻ്റെ ഏറ്റവും ഒടുവിൽ നടന്ന പ്രശ്നമാണെങ്കിൽ അതിന് തൊട്ടു മുമ്പ് ഐഷ പോറ്റിയുണ്ട്, PK ശശിയുണ്ട്, S രാജേന്ദ്രനുണ്ട്, മലബാർ ഭാഗത്ത് V കുഞ്ഞികൃഷ്ണനുണ്ട്, നിരവധി ആൾക്കാരുണ്ട്. CPIക്ക് ശ്രീ K അജിത്ത് ഉൾപ്പെടെയുള്ള നിരവധി ആൾക്കാരുടെ അവരുണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങൾ വേറെയുമുണ്ട്. മുതലാളിയുടെ കഷ്ടകാലം എന്നല്ലാതെ ഞാൻ എന്താ പറയാ. വകുപ്പുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നേരത്തെ മുഖ്യമന്ത്രി ആരോഗ്യ രംഗത്തിനെയൊക്കെ തന്നെ വളരെ പുകഴ്ത്തി പറയുന്ന സമയത്തും ഈ സർക്കാരിന്റെ കാലത്ത് കഴിഞ്ഞ 5 വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ വിമർശന വിധേയമായിട്ടുള്ള വകുപ്പ് ആരോഗ്യ വകുപ്പാണെന്ന് നമുക്കറിയാം. അതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഇപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ വിഷയം നോക്കൂ. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇത്തവണ 3 വിഷയങ്ങളുണ്ട്. ഒന്ന്, ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണ്ണക്കൊള്ള. രണ്ടാമത്തേത് ആഗോള അയ്യപ്പ സംഗമത്തിൽ നടത്തിയിരിക്കുന്ന തട്ടിപ്പ്. മൂന്നാമത്തേത് യുവതീ പ്രവേശന വിഷയത്തിൽ ഉണ്ടായിരിക്കുന്ന നയംമാറ്റം. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഓരോ വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഓരോന്നിനും ഇപ്പോൾ മദ്യ നിയമവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു. അതുകൊണ്ട് MP രാജേഷ് പരാജയപ്പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ? മുനമ്പം സാമൂഹികമായിട്ടുള്ള ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ട് ആൾക്കാർക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. ഇപ്പോൾ PM ശ്രീ ഇവിടെ ഏറ്റവും കൂടുതൽ വിവാദം ഉണ്ടായതാണ്. ആ PM ശ്രീയുടെ പേരിലായിരിക്കും ശ്രീ V ശിവൻകുട്ടി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ആ പരാജയം എന്ന രീതിയിലത്തെ കാര്യങ്ങളും വിലയിരുത്തുന്നുണ്ടോ? മുതലാളിയുടെ തലയിൽ ഇടുത്തി വിടില്ലേ എന്ന് പ്രാർത്ഥിച്ചത്. നമ്മൾ ഇതിനോടകം തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന എത്രയോ വിഷയങ്ങളുണ്ട്. ആശാസമരം ഉൾപ്പെടെ ആൾക്കാരുടെ നീറുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ എത്രയോ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ വിഷയങ്ങളെല്ലാം തന്നെ സ്ട്രക്ചറലി ആൾക്കാരുടെ അടുത്തേക്ക് അവതരിപ്പിക്കുക എന്നതിന് മാത്രം അടുത്ത 3 ആഴ്ച ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ UDF-ന് ഭരണമാറ്റം എന്ന് പറയുന്നത് സാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ആണല്ലേ? എനിക്ക് തോന്നി. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാ.